ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഹിമാലയത്തിലെ ബദരീനാഥ് ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന രണ്ട് നിഗൂഢ പർവ്വതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നരനെന്നും നാരായണനെന്നും പേരുകളുള്ള പർവ്വതങ്ങൾ കേവലം കല്ലും മണ്ണുമല്ല, മറിച്ച് ഭഗവാന്റെ അതീവ ശക്തമായ ഒരു അവതാരത്തിൻ്റെ സാന്നിധ്യമാണ്. ആരാണ് ഈ നരനാരായണന്മാർ? എന്താണ് ഇവരും മഹാഭാരതത്തിലെ കർണനും തമ്മിലുള്ള ബന്ധം? അതീവ സുന്ദരവും അർത്ഥവത്തുമായ ഭഗവാന്റെ നാലാമത്തെ അവതാരത്തെക്കുറിച്ചാണ് ഇന്ന്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നരനും നാരായണനുമായി അവതരിച്ച് ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തിന് തപസ്സിൻ്റെയും ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെയും പാഠങ്ങൾ നൽകിയതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ അവതാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭാഗവതം പ്രഥമസ്കന്ധം 3-ാം അധ്യായം 9-ാമത്തെ ശ്ലോകം. തുര്യേ ധർമ്മകലാസർഗേ നരനാരായണ ഋഷി ഭൂതാത്മോ പശമോപേദം അകരോ ദുശ്ശരം തപ. ഇതിൻ്റെ അർത്ഥം, ഭഗവാന്റെ നാലാമത്തെ അവതാരത്തിൽ അവിടുന്ന് ധർമ്മരാജാവിൻ്റെ പത്നിയിൽ നരൻ, നാരായണൻ എന്നീ ഇരട്ട ഋഷിമാരായി ജന്മമെടുത്തു. തുടർന്ന് ഇന്ദ്രിയ നിഗ്രഹവും മനസ്സിൻ്റെ ശാന്തതയും എങ്ങനെ കൈവരിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനായി അവിടുന്ന് അതീവ കഠിനവും മാതൃകാപരവുമായ തപസ് അനുഷ്ഠിച്ചു. ഈ ഇവരുടെ ലീലകളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത് 4-ാം സ്കന്ധം 1-ാം അധ്യായത്തിലെ 49 മുതൽ 59 വരെയുള്ള ശ്ലോകങ്ങളിലാണ്. ശ്ലോകങ്ങൾ പറയുന്നില്ല, പക്ഷേ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്തു പോകാം. ധർമ്മദേവൻ്റെയും മൂർത്തിയുടെയും പുത്രന്മാരായി ആര് ജനിച്ചു? ഭഗവാൻ നരനാരായണന്മാർ അവതരിച്ച സാഹചര്യവും അതിമനോഹരമായ അതിൻ്റെ പശ്ചാത്തലവും വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ 4-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 49 മുതൽ 59 വരെയുള്ള ശ്ലോകങ്ങൾ. ഇത് മൈത്രേയ മഹർഷി വിതുരർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഈ ഭാഗം അതിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം, അല്ലെങ്കിൽ ആ ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. അപ്പം ഒന്നാമതായിട്ട് നമുക്ക് ആ മാതാപിതാക്കളുടെ പശ്ചാത്തലവും ഇവർ ജനിച്ച സാഹചര്യവും, അത് 49-ാമത്തെ ശ്ലോകം മുതൽ 51-ാമത്തെ ശ്ലോകം വരെ പറയുന്നുണ്ട്. അപ്പം ദക്ഷപ്രജാപതിയുടെ 24 പുത്രന്മാരിൽ 13 പേരെ ആരാണ്? ധർമ്മദേവനാണ് വിവാഹം കഴിച്ചത്. അതിൽ ഏറ്റവും സദ്ഗുണവതിയായ ഭാര്യാപത്നിയായിരുന്നു ആര്? മൂർത്തി. അപ്പം സർവ്വജീവജാലങ്ങൾക്കും ആനന്ദം നൽകുന്ന ശാന്തസ്വരൂപികളായിട്ടുള്ള നരനാരായണൻ എന്നീ ഇരട്ട ഋഷിമാരെ ആര്? മൂർത്തി പ്രസവിച്ചു. ഭഗവാന്റെ തന്നെ ആരാണ്? അംശാവതാരങ്ങളായിരുന്നു ഈ പുത്രന്മാർ. പിന്നീട് 52-ാമത്തെ ശ്ലോകം മുതൽ 55 വരെ പറയുന്നത് ആ പ്രപഞ്ചത്തിൽ ഇവർ ജനിച്ച ഉടനെ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള അത്ഭുതകരമായുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പം നരനാരായണന്മാരായിട്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച നിമിഷം പ്രപഞ്ചമാകെ എന്താണ്? സദ്ഗുണങ്ങളാൽ നിറഞ്ഞു എന്നാണ് പറയുന്നത്. ആകാശവും ഭൂമിയും ദിശകളും ഒക്കെ തന്നെ എന്തായി? പ്രസന്നമായി. പ്രകൃതിയുടെ ഭംഗികൾ, കാറ്റുകൾ മന്ദമാരുതനായി മാറി മനസ്സിൽ കുളിർമയേകി. നദികളിലെ വെള്ളം സ്ഫടികം പോലെ നിർമ്മലമായി. പർവ്വതങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞു. ആകാശത്തിലെ കാഴ്ചകളോ? ഗന്ധർവന്മാർ മധുരമായി പാടുകയും അപ്സരസ്സുകൾ നൃത്തം ചെയ്യുകയും ചെയ്തു. ആകാശത്തു നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. ദേവന്മാരുടെ
ആനന്ദം. പരമസന്തോഷിതരായ ബ്രഹ്മ ഉൾപ്പെടെയുള്ള ദേവന്മാരും മഹർഷിമാരും ഭഗവാനെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അവര് എവിടെയാണ്? ബദരി യാത്ര തിരിക്കുന്നതാണ്. ഇത് 58ഉം 59ഉം ശ്ലോകങ്ങൾ. അപ്പം ദേവന്മാരാൽ ഈ ഒരു രീതിയിൽ പൂജിക്കപ്പെട്ട ശേഷം നരനാരായണന്മാർ തങ്ങളുടെ അവതാര ലക്ഷ്യത്തിനായി അല്ലെങ്കിൽ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാനായി യാത്ര തിരിച്ചു. അവർ ലോകത്തിൻ്റെ നന്മയ്ക്കായും ശിഷ്യന്മാർക്ക് മാതൃകയാകാനും വേണ്ടി ഗന്ധമാദന പർവ്വനിരകളിലുള്ള ബദരി ആശ്രമത്തിലേക്ക്, അതായത് ബദരീനാഥിലേക്ക് പോയി. ഈ ശ്ലോകത്തിൽ പറയുന്നത് പോലെ ഭഗവാൻ തപസ്സിനായി തിരഞ്ഞെടുത്തത് ഗന്ധമാന പർവ്വത നിരകളിലെ എവിടെയാണ്? ബദര്യാശ്രമമാണ്. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, ഇത് വെറുമൊരു കഥയല്ല. നിങ്ങൾ ഇന്ന് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ബദരീനാഥ് ക്ഷേത്രത്തിൽ പോയാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സാക്ഷാൽ ബദരീനാഥ് ക്ഷേത്രം നിലകൊള്ളുന്നത് എവിടെയാണ്? ഈ 2 കൂറ്റൻ പർവ്വത നിരകൾക്ക് നടുവിലാണ്. അതിൽ വലതുവശത്തെ പർവ്വതത്തെ നാരായണ പർവ്വതമെന്നും, വലതുവശത്തുള്ള പർവ്വതത്തെ നരപർവ്വതമെന്നും ഇടതുവശത്തുള്ള പർവ്വതത്തെ നാരായണ പർവ്വതം എന്നുമാണ് ഇന്നും വിളിക്കുന്നത്. അപ്പം ഭഗവാൻ നരനാരായണന്മാരിവിടെ ഇന്നും അവിടെ പർവ്വത രൂപത്തിൽ കാവലായി നിൽക്കുന്നു എന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ ലോകത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം കൂടുകയും ചെയ്തപ്പോൾ സത്യവും സദ്ഗുണവും പുനഃസ്ഥാപിക്കാനും മനുഷ്യർക്ക് തപസ്സിൻ്റെയും സന്യാസത്തിൻ്റെയും വഴി കാണിച്ചു കൊടുക്കാനുമാണ് ഭഗവാൻ ധർമ്മദേവൻ്റെയും മൂർത്തിയുടെയും മകനായി അവതരിച്ചതെന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ഈ ശ്ലോകങ്ങൾ വ്യക്തമാക്കുന്നു. എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ നരൻ നാരായണൻ എന്നിങ്ങനെ ഇരട്ട ഋഷിമാരായി അവതരിച്ചത്? അത് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇതിന് പിന്നിൽ വലിയ ഒരു ആത്മീയ രഹസ്യമുണ്ട്. നരൻ എന്നാല് ജീവാത്മാവ്, അതായത് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർ. നാരായണൻ എന്നാൽ പരമാത്മാവ്, സാക്ഷാൽ ഈശ്വരൻ. നമ്മളിൽ ഓരോരുത്തരിലും ഈ ജീവാത്മാവും പരമാത്മാവും ഒപ്പത്തിനൊപ്പമുണ്ട്. അവ തമ്മിൽ വേർപിരിക്കാനാവാത്ത ബന്ധമാണുള്ളത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇരട്ട രൂപത്തിൽ വന്നത്. ഇതേ ബന്ധമാണ് പിന്നീട് ദ്വാപര യുഗത്തിൽ നമ്മൾ അർജുനനിലും കൃഷ്ണനിലും കാണുന്നത്. അർജുനൻ ജീവാത്മാവും കൃഷ്ണൻ പരമാത്മാവുമാകുന്നു. ഇനി നമുക്ക് ഈ അവതാരത്തിൻ്റെ പ്രധാന കഥയിലേക്ക് വരാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ അവതാരത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് സഹസ്രകവചൻ, അല്ലെങ്കിൽ പേര്? ദംഭോദ്ഭവൻ. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ച്? അതിന് പിന്നിൽ സഹസ്രകവചൻ എന്ന ഒരു അസുരന്റെ നിഗ്രഹം എന്ന വലിയ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് മഹാഭാരതത്തിലും മറ്റുമൊക്കെ തന്നെ പരാമർശിക്കുന്ന അത്യന്തം ശക്തനായിട്ടുള്ള ഒരു അസുരനാണ് സഹസ്രകവചൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ത്? ദംഭോദ്ഭവൻ എന്നായിരുന്നു. 1000 കവചങ്ങളുമായി ജനിച്ചതിലാണ് അദ്ദേഹത്തിന് സഹസ്രകവചൻ, സഹസ്രം എന്ന 1000 എന്ന പേര് ലഭിക്കുന്നത്. ജനിക്കുന്നതല്ല, അതൊരു വരം കൊണ്ട് ലഭിക്കുന്നതാണ് ഈ സഹസ്രകവചങ്ങളും. അപ്പം ജനനവും കഠിനമായ തപസ്സും അദ്ദേഹത്തിൻ്റെ. ദംഭോദ്ഭവൻ സൂര്യദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി കഠിനമായ തപസ്സനുഷ്ഠിക്കും. ആ തപസ്സിൽ വർഷങ്ങളോളം നിൽക്കുന്ന കഠിനമായിട്ടുള്ള തപസ്. അപ്പം ആ തപസ്സിൽ പ്രസന്നനായ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് അമരത്വം, മരണമില്ലായ്മ വേണമെന്നായിരുന്നു അസുരൻ്റെ ആവശ്യം. എന്നാൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായതിനാൽ സൂര്യദേവൻ ആ വരം നൽകാൻ വിസമ്മതിച്ചു. തുടർന്ന് ദംഭോദ്ഭവൻ വളരെ തന്ത്രപരമായിട്ട് മറ്റൊരു വരം ആവശ്യപ്പെട്ടു. എന്തായിരുന്നു ആ വരം?
അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 1000 ദിവ്യ കവചങ്ങൾ ഉണ്ടായിരിക്കണം. ഈ കവചങ്ങൾ തകർക്കണമെങ്കിൽ ഒരാൾ 1000 വർഷം കഠിന തപസ് ചെയ്യണം. 1000 വർഷത്തെ തപസ്സിന് ശേഷം കവചം തകർക്കുന്ന നിമിഷം തന്നെ ആ കവചം തകർത്ത വ്യക്തി മരണപ്പെടണം, അല്ലെങ്കിൽ മരണപ്പെടണം. സൂര്യദേവൻ ഈ വരം നൽകി അനുഗ്രഹിച്ചു. ഈ വരബലത്തോടെ ഈ ദമ്പോദ്ഭവൻ ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെടുകയും സഹസ്ര കവചൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. തനിക്ക് ഒരിക്കലും മരണം സംഭവിക്കില്ലെന്ന അഹങ്കാരത്തോടെ അവൻ ദേവന്മാരെയും ഋഷിമാരെയും ഒക്കെ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഈ സഹസ്ര കവചൻ്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഭഗവാന്റെ തന്നെ അംശാവതാരങ്ങളായി ആരാണ്? നരനും നാരായണൻ എന്നീ 2 സന്യാസി ശ്രേഷ്ഠന്മാർ. ഇവർ ഇരട്ട സഹോദരങ്ങളായിരുന്നു. രംഗത്ത് വരും. ബദര്യാശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ഇവരാണ് സഹസ്ര കവചൻ്റെ വരത്തിലെ ആ വരത്തിലുണ്ടായിരുന്ന ഒരു ലൂപ്പ് ഹോൾ, ആ ഒരു തന്ത്രം, എങ്ങനെ ദേഹത്തെ നശിപ്പിക്കാം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാമെന്ന തന്ത്രം കണ്ടുപിടിച്ചത്. ഇവർ 2 പേരും ചേർന്ന് ഒരു യുദ്ധതന്ത്രം മെനഞ്ഞെടുക്കും. എന്താണത്? ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യുക. നാരായണൻ 1000 വർഷം കഠിന തപസ് നരൻ സഹസ്ര കവചനുമായി യുദ്ധം ചെയ്തു. അപ്പം 1000 വർഷം തികഞ്ഞപ്പോൾ നരൻ ആ സഹസ്ര കവചൻ്റെ 1ാമത്തെ കവചം തകർക്കും. അപ്പം വരപ്രകാരം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ കവചം തകർത്ത ഉടനെ ആര് മരിക്കും? നരൻ മരിക്കും. അപ്പം ഈ സമയം തപസ് പൂർത്തിയാക്കിയ നാരായണൻ തൻ്റെ തപശക്തിയാൽ മഹാമൃത്യുഞ്ജയ മന്ത്രം വഴി നരന് നൽകും? ജീവൻ നൽകും. തുടർന്ന് നാരായണൻ സഹസ്ര കവചനുമായി യുദ്ധത്തിനിറങ്ങുകയും നരൻ 1000 വർഷത്തെ തപസ് ആരംഭിക്കുകയും ചെയ്യും. 1000 വർഷത്തിന് ശേഷം നാരായണൻ അടുത്ത കവചം തകർത്തു. നാരായണൻ ചെയ്യും? സ്വാഭാവികമായിട്ടും മരിക്കും. പിന്നെ നരൻ ചെയ്യും? ജീവിപ്പിക്കും. ഈ പ്രക്രിയ മാറി മാറി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 999 കവചങ്ങളും അവർ തകർത്തു. അപ്പോഴേക്കും അങ്ങനെ അത്രയും 999 കവചങ്ങളും തകർത്ത് കഴിഞ്ഞപ്പോഴേക്കും യുഗങ്ങൾ ഒരുപാട് കഴിഞ്ഞിരുന്നു. അപ്പം അവസാനത്തെ ഒരേ ഒരു കവചം മാത്രം ബാക്കിയായപ്പോൾ ഇനി തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ സഹസ്ര കവചൻ യുദ്ധക്കളത്തിൽ നിന്നും ഓടി ഒളിക്കും. അവൻ നേരെ ചെന്ന് ആരോടാണ്? സൂര്യദേവൻ്റെ അല്ലെങ്കിൽ സൂര്യദേവനിൽ അഭയം പ്രാപിക്കും. നരനാരായണന്മാർ സൂര്യദേവനോട് അസുരനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തൻ്റെ ഭക്തനെ കൈവിടാൻ ആര് തയ്യാറായില്ല? സൂര്യദേവൻ തയ്യാറായില്ല. ഇതിനിടയിൽ ദ്വാപരയുഗം ആരംഭിക്കുകയും ചെയ്തു. അപ്പം ഈ സഹസ്ര കവചനാണ് പിന്നീട് ദ്വാപരയുഗത്തിൽ ആരായിട്ട് വരുന്നത്? സൂര്യദേവൻ്റെ അനുഗ്രഹത്തോടെ ആ അവസാനത്തെ കവചവും കുണ്ഡലങ്ങളുമായിട്ട് കർണനായിട്ട് ജനിച്ചത്. അപ്പം മുൻജന്മത്തിലെ നരനാരായണന്മാരാണ് പിന്നീട് ദ്വാപരയുഗത്തില് അർജുനനും കൃഷ്ണനുമായിട്ട് വരുന്നത്. മുൻജന്മത്തിൽ ബാക്കി വെച്ച ആ ഒരു കവചം തകർക്കുക എന്ന ലക്ഷ്യം കൂടിയാണെന്ത്? മഹാഭാരത യുദ്ധത്തിൽ ആ കർണനെ വധിക്കുന്നതിലൂടെ ഭഗവാനും അർജുനനും ചേർന്ന് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ആ യുദ്ധത്തിന് മുൻപായിട്ട് ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണൻ്റെ കവചകുണ്ഡലങ്ങൾ ദാനമായി വാങ്ങുന്നതൊക്കെ ഉണ്ട്. അപ്പം എന്താണത്? ആ സഹസ്രകവചൻ എന്ന അസുരൻ്റെ ബാക്കി ഉണ്ടായിരുന്ന അവസാനത്തെ ദിവ്യ കവചവുമായാണ് ആര് വരുന്നത്? കർണൻ ജനിക്കുന്നത്. അപ്പം ഈ കവചവും കുണ്ഡലങ്ങളും ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം കർണനെ യുദ്ധത്തിൽ വധിക്കാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. അപ്പം കുരുക്ഷേത്ര യുദ്ധം അടുത്തെത്തിയപ്പോൾ തൻ്റെ പുത്രനായിട്ടുള്ള അർജുനന് ജീവൻ പുത്രനായ അർജുനന്റെ ജീവന് കർണൻ വലിയൊരു ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ എന്ത് ചെയ്യും? വളരെ തന്ത്രപരമായിട്ട് കർണൻ്റെ കയ്യിൽ നിന്നും കവചവും കുണ്ഡലങ്ങളും വാങ്ങിക്കും.
കാരണം കർണൻ എത്ര വലിയ വീരനാണോ അത്രത്തോളം വലിയൊരു ദാതാവുമായിരുന്നു. ആ ദാനത്തിൻ്റെ ഹിസ്റ്ററി അത് വേറെ പാർട്ടാണ്. എന്തുകൊണ്ടാണ് കർണൻ ദാനശീലനായത്, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടിയാണോ ദാനം ചെയ്യുന്നതെന്നൊക്കെ അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ഉച്ച സമയത്ത് സൂര്യ നമസ്കാരത്തിന് ശേഷം ബ്രാഹ്മണർ ചോദിക്കുന്ന എന്ത് കാര്യവും കർണൻ ദാനമായി നൽകുമായിരുന്നു. ഈ അവസരം മുതലെടുത്ത് ദേവേന്ദ്രൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ എവിടെ എത്തും? കർണന്റെ മുന്നിലെത്തും. തൻ്റെ പിതാവായ സൂര്യദേവൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നിട്ടും കർണൻ ആ ദാനം നൽകുന്നതിൽ നിന്നും പിന്മാറിയില്ല. വന്നത് ഇന്ദ്രനാണെന്ന് മനസ്സിലായിട്ടും തൻ്റെ ദാനധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കർണൻ തയ്യാറായില്ല. രാവണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്ന ആ ദിവ്യ കവചവും കുണ്ടലങ്ങളും ഒട്ടും മടി കൂടാതെ കർണൻ അറുത്തെടുത്ത് ഇന്ദ്രന് ദാനമായിട്ട് നൽകും. അപ്പോൾ ഈ കർണൻ്റെ ഈ ഉദാരത്തിൽ അല്ലെ, ഈ ഉദാര മനസ്കതയിൽ, ആ ഒരു പ്രവൃത്തിയിൽ പ്രസന്നനായിട്ടുള്ള ഇന്ദ്രൻ എന്ത് ചെയ്യും? പകരം കർണന് വൈജയന്തി എന്ന അമോഘമായിട്ടുള്ള അസ്ത്രം സമ്മാനിച്ചു. ഒരിക്കൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം പ്രയോഗിക്കാവുന്ന അസ്ത്രം ആണത്. പിന്നെ എന്താണ് അത്? ഈ അസ്ത്രം ഉപയോഗിച്ചാണ് പിന്നീട് ഘടോൽക്കജൻ്റെ വധത്തിനായിട്ട് കർണൻ ഉപയോഗിച്ചത്. എങ്കിലും ആ ഇത്രയൊക്കെ കിട്ടിയിട്ടും എന്താണ്, ആ ദിവ്യ കവചം നഷ്ടപ്പെട്ടതോടെ കർണൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ അജയനല്ലാതായി മാറി. മുൻജന്മത്തിൽ നരനാരായണന്മാർ ബാക്കി വെച്ച അവസാനത്തെ കവചവും ഇന്ദ്രനിലൂടെ നീക്കം ചെയ്യപ്പെട്ടതോടെ മഹാഭാരത യുദ്ധത്തിൽ കർണനെ വധിക്കുക എന്നുള്ളത് ഒരു എളുപ്പമായി തീർന്നു. ഇത് കൃഷ്ണൻ്റെയും പാണ്ഡവരുടെയും വലിയൊരു യുദ്ധതന്ത്ര വിജയമായിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ഇതൊക്കെ ഭഗവാന്റെ ലീലയുടെ ഭാഗമാണ് അല്ലേ. ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഭഗവാന്റെ ലീലകൾ. അപ്പം ഇത് കൃഷ്ണൻ്റെയും പാണ്ഡവരുടെയും വലിയൊരു യുദ്ധതന്ത്രത്തിൻ്റെ വിജയമായിരുന്നു. ചുരുക്കത്തിൽ അഹങ്കാരവും വരബലവും കൊണ്ട് ലോകത്തെ ഭയപ്പെടുത്തിയ, എന്നാൽ ഒടുവിൽ കർണനായി പുനർജനിക്കേണ്ടി വന്ന ഒരു ശക്തനായ അസുരനായിരുന്നു ദമ്പോദ്ഭവൻ എന്ന സഹസ്രകവചൻ. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നരനാരായണന്മാരുടെ ദൗത്യം ദ്വാപരയുഗത്തിൽ കൃഷ്ണനായും അർജുനനായും വന്ന് കർണനെ വധിച്ചതോടുകൂടി അവസാനിച്ചു എന്ന്. എന്നാൽ അവിടെ തീർന്നില്ല. കൽക്കി പുരാണത്തിലും മഹാഭാരതത്തിലും പറയുന്ന അതീവ രസകരമായ ഒരു ഭാവി സൂചനയുണ്ട്. ആരെക്കുറിച്ച്? നരനാരായണ ഋഷിമാരെക്കുറിച്ച്. നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൻ്റെ അവസാനം, അധർമ്മം അതിൻ്റെ പരമകോടിയിലെത്തുന്ന സമയത്ത് ഭഗവാൻ തന്നെ തൻ്റെ 10ാമത്തെ അവതാരമായി ആരായിട്ട് വരും? കൽക്കിയായി ഈ ഭൂമിയിൽ അവതരിക്കും. ആ സമയത്ത് ലോകത്തുള്ള എല്ലാ ദുഷ്ടശക്തികളെയും നിഗ്രഹിച്ച് വീണ്ടും സത്യയുഗം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൽക്കിയെ സഹായിക്കാൻ ആരുണ്ടാവും? ഈ നരനാരായണന്മാർ ബദരിയാശ്രമത്തിൽ നിന്ന് വീണ്ടും എവിടേക്ക് പുറപ്പെടും സഹായിക്കാൻ വേണ്ടിയിട്ട്. അതായത് യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും ധർമ്മസംരക്ഷണത്തിനായിട്ട് ഭഗവാൻ എപ്പോഴും തയ്യാറാണ്. ഇന്നും അവർ ബദ്രീനാഥിൽ തപസ്സിലിരിക്കുന്നത് കലിയുഗത്തിൻ്റെ അവസാനത്തിലെ ആ മഹാദൗത്യത്തിന് വേണ്ടി കൂടിയാണ്. നരനാരായണന്മാര് പ്രപഞ്ചത്തിൻ്റെ ആദി മുതൽ അന്തം വരെ നിലനിൽക്കുന്ന ചിരഞ്ജീവികളായ ശക്തികളാണ്, ദിവ്യശക്തികളാണ്. ഹിമാലയത്തിലെ ബദ്രീനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള നാരായണ എന്നീ 2 പർവ്വത നിരകൾ ഇന്നും ഇവരുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നു. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു അവതാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? തപസ്സിൻ്റെ ശക്തി. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെക്കാൾ എന്താണ്? ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് വേണം പ്രാധാന്യം നൽകാൻ. പിന്നെ ധർമ്മ സംരക്ഷണം. എത്ര ശക്തമായ വരമുണ്ടായാലും അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് തകർക്കുക തന്നെ ചെയ്യും. പിന്നെയോ സൗഹൃദത്തിൻ്റെ മാതൃക
അവസാനമായി നരനാരായണന്മാരുടെ അവതാരത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ്സിൽ നിന്നും നമ്മൾ ഹൃദയത്തിൽ ഏറ്റേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ്? നരനാരായണന്മാരുടെയോ കൃഷ്ണാർജുനന്മാരുടെയോ ബന്ധം എന്ത്? വെറുമൊരു സൗഹൃദം മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിലെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. ജീവിതമാകുന്ന യുദ്ധത്തിൽ നമ്മളാകുന്ന നരൻ തളരുമ്പോൾ നമ്മുടെ കൂടെയുള്ള നാരായണൻ തൻ്റെ തപശക്തിയാൽ നമ്മെ വഴി നടത്തും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അർജുനനെ പോലെ അല്ലെങ്കിൽ നരനെ പോലെ ഭഗവാന് പൂർണ്ണമായി ശരണാഗതിപ്പെടുക എന്നത് മാത്രമാണ്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഹരേ കൃഷ്ണ.